അദബും ബറക്കത്തും വളരെ പ്രധാനപ്പെട്ടതാണ്. അദബില്ല എങ്കിൽ എത്ര അറിവുണ്ടായത് കൊണ്ടും കാര്യമുണ്ടാവുകയില്ല. അതാണ് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്ത്, ശാരീരിക ലോകത്ത് സൃഷ്ടിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ഇൽമു കൊടുത്തുകൊണ്ടാണ് ബഹുമാനിച്ച് ബഹുമാനം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചത്. അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ അദബില്ലാത്ത വർത്തമാനം പറഞ്ഞ ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നന്നാകാത്ത വിധം ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച കാരണത്താൽ അവനെ പുറത്താക്കുകയാണ് ഉണ്ടായത് എന്നറിയാത്ത ഒരു മുസ്ലിമും ഇല്ല. അദബ് കാത്തു സൂക്ഷിക്കൽ വളരെ അനിവാര്യമാണ്. അതേപോലെ ബറക്കത്ത് ലഭിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. നമ്മൾ അധ്വാനിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. അധ്വാനം ഇന്നമൽ ഇൽമു ബിത്തഅല്ലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിച്ചതായി കാണാം സഹീഹുൽ ബുഖാരിയിൽ. അധ്വാനിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഇൽമു ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിച്ചിട്ടൊരിക്കലും തീരലില്ല, അവസാനിക്കലില്ല. എല്ലായ്പ്പോഴും തുടർന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഫലം മനുഷ്യന് പൂർണ്ണമായും ലഭിക്കുന്നത്. ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. നിങ്ങൾ അഹങ്കാരമില്ലാത്തവരായി, അതേപോലെ അസൂയയില്ലാത്തവരായി, വിദ്വേഷമില്ലാത്തവരായി, അതുപോലെ വെറുപ്പില്ലാത്തവരായി, നല്ല തെളിഞ്ഞ മനസ്സോടുകൂടെ അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുകയും അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴിക്കുകയും ചെയ്തുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ സമസ്ത കേരള ജമിഅത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. നേരത്തെ ഇവിടെ ദുആ ചെയ്യുമ്പോൾ ആവർത്തിച്ച് ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുമ്മ ജഅലി തഖ്വാ സാദനാ, അല്ലാഹുമ്മ ജഅലി തഖ്വാ സാദനാ. തഖ്വയാണ് നമുക്ക് ആവശ്യം. അള്ളാഹുവിലുള്ള ഭക്തി. അള്ളാഹു എൻ്റെ രഹസ്യം കാണുന്നു, എൻ്റെ പരസ്യം അറിയുന്നു. ഈ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു മുത്തഖിയായ മനുഷ്യന്റെ മനസ്സ്, ആ മനസ്സോടുകൂടിയുള്ള പ്രവർത്തനം. ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് അറിവ് പകർന്നു തരും, അള്ളാഹു ഇൽമു പഠിപ്പിച്ചു തരും എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. ഇമാം യാഫഈ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് സിയാറത്തിന് പോയപ്പോ മദീനയിൽ പ്രവേശിക്കാതെ പുറത്ത് ഒരു ടെന്റ് കെട്ടി അവിടെ കിടന്നു. എനിക്ക് മദീന ശരീഫിൽ നിന്ന് സമ്മതം കിട്ടിയാലേ ഞാനങ്ങ് കടക്കുന്നുള്ളൂ, ഞാനങ്ങോട്ട് കടന്നു ചെല്ലുന്നത് ഒരു അദബ് കേടാകുമോ എന്നൊരു പേടി മഹാനവറുകളുടെ മനസ്സിലുണ്ടായി. അവിടെ ഇങ്ങനെ 10-14 ദിവസത്തോളം കിടന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപത്തിൽ ഒരു പിശാചിനും ഒരിക്കലും രൂപാന്തരപ്പെടാൻ കഴിയില്ല. അത് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. അതിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. അതേ സമയത്ത് ഏതോ ഒരു മനുഷ്യൻ വന്ന് എന്തോ ഒന്ന് കണ്ടിട്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതൊക്കെ വിഴുങ്ങാൻ മാത്രം നമ്മൾ ആയി പോകാനും പാടില്ല എന്ന് നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചിരുന്നു. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അവിടുന്ന് കൽപ്പിച്ചത് നിങ്ങൾ യമനിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. യമൻ എന്ന പ്രദേശം വലിയ ബർക്കത്തുള്ള പ്രദേശമാണ്. അവിടെ 10 ഔലിയാക്കളുണ്ട്. 5 ആളുകൾ ജീവിച്ചിരിക്കുന്നവരും 5 ആളുകൾ വഫാത്തായി പോയവരുമാണ്. അവരെ പോയി സന്ദർശിച്ച് തിരിച്ചു വരാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർഡർ. അതേ, ചെറിയവരുമായി ബന്ധമില്ലാതെ വലിയവരുമായി ബന്ധമുണ്ടാവില്ല. നമ്മളെ യൂണിറ്റിലുള്ള SOSന്റെ പ്രവർത്തകർ, യൂണിറ്റിലുള്ള SSFന്റെ പ്രവർത്തകർ, യൂണിറ്റിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ, അങ്ങനെ താഴേക്കടയിലുള്ള പ്രവർത്തകന്മാർ, അവരുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കാതെ, യൂണിറ്റുമായി ബന്ധമില്ല, അതേപോലെ സർക്കിളുമായി ബന്ധമില്ല, അതുപോലെ സോണുമായി ബന്ധമില്ല, ജില്ലയുമായി ബന്ധമില്ല,
ഞാൻ ഡയറക്റ്റ് ഉസ്താദിന്റെ ആളാണ്. അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ അതെന്റെ ശരിയായ രൂപമല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അവിടെ പോയി ആ 10 മഹാന്മാരെ സിയാറത്ത് ചെയ്ത് ഇങ്ങോട്ട് വരൂ എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവിടുന്ന് തിരിച്ചുപോയി. അങ്ങനെ സന്ദർശിക്കാൻ പറഞ്ഞതിൽ ഒരാളായിരുന്നു മുഹമ്മദുൻ നഹാരി റളിയല്ലാഹു തആല അൻഹു. സമീപത്തിൽ നിന്ന് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമ്പോ മഹാനവറുകൾ വഅലൈക്കുമുസ്സലാം യാ റസൂല റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ച ആൾക്ക് മർഹബ, സ്വാഗതം എന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിലെ സ്വപ്നത്തിൽ എനിക്ക് നൽകിയ നിർദ്ദേശം എങ്ങനെ ഇവിടെ അറിഞ്ഞു എന്നാണ് മുഹമ്മദുൻ നഹാരി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ, യാഫി മാമറുല്ലാഹിന്റെ മനസ്സിൽ മുഹമ്മദുൻ നഹാരി തങ്ങളുടെ മറുപടി കേട്ടപ്പോൾ തോന്നിയത്. അങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് വഹി ഇറങ്ങുന്നുണ്ടോ? വഹി ഇറങ്ങൽ സാധാരണയായി അമ്പിയാക്കൾക്കല്ലേ. എന്നാൽ പിന്നെ വഹി എന്ന പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഇൽഹാമുകൾ നൽകാറുണ്ട്. അതാണല്ലോ വഹൈനാ ഇലാ ഉമ്മി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് നമ്മൾ വഹി അറിയിച്ചു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു സ്ത്രീയെയും അല്ലാഹു തആല റസൂലാക്കി പറഞ്ഞയച്ചിട്ടില്ല, നബിയാക്കി പറഞ്ഞയച്ചിട്ടില്ല. പക്ഷേ ആ മഹദി അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയതായ പെണ്ണായിരുന്നു. ആ പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശം നൽകിയിട്ടുണ്ട്, ഇൽഹാം നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ ഖുർആൻ ഔഹൈന എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറിയം ബീവി റളിയല്ലാഹു അൻഹാ വളരെയേറെ ക്ഷീണിച്ച് അവശയായി ഭീതിയോടുകൂടെ ആശങ്കയോടെ ഇരിക്കുമ്പോ നിങ്ങൾ ഈത്തപ്പന, ആ പച്ച ഈത്തപ്പനയുടെ മരം പിടിച്ച് കുലുക്കിക്കോളൂ. നല്ല പഴുത്ത ഈത്തപ്പഴം നിങ്ങൾക്ക് വീണ് കിട്ടുമെന്ന് അല്ലാഹു തആല മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അറിവ് നൽകിയത് ഖുർആനിലുണ്ട്. മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ നബി അല്ല, റസൂലല്ല. പക്ഷേ അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേകമായ അറിവ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല മഹാന്മാർക്കും നൽകും. അതിന് ചിലപ്പോൾ വഹി എന്ന് പേര് പറയും. അത് നമ്മൾ സാധാരണയായി പറയുന്ന നുബുവത്തിന്റെ പദവി ലഭിക്കുമ്പോഴുള്ള, അങ്ങനെ ലഭിച്ചവർക്ക് ലഭിക്കുന്ന വഹി അല്ല എന്ന് മാത്രം. അത് എത്രത്തോളം തേനീച്ചക്ക് വഹി അറിയിച്ചു എന്ന് ഖുർആനിലുണ്ട്. തേനീച്ചക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നൽകി എന്നാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇരിക്കട്ടെ, അങ്ങനെ അല്ലാഹുവിന്റെ അറിവ് നൽകുക എന്ന് പറയുന്ന ഒരു നിലക്കുള്ളൊരു വഹി തേനീച്ചക്ക് കിട്ടിയപ്പോൾ ആ തേനീച്ച അതിന്റെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്ന വസ്തു യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. സാധാരണ ഈച്ചയെ പോലെയല്ല തേനീച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പ്രത്യേക അറിവ് നൽകിയ ഈച്ചയായതിനാൽ ആ ഈച്ചയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്നത് എന്നാണ് തേനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൽ ലിന്നാസ്. അതിൽ മനുഷ്യന്മാർക്ക് ശമനമുണ്ട്, രോഗശമനമുണ്ട്. എങ്കിൽ പിന്നെ വഹി ലഭിക്കുന്ന അമ്പിയാക്കൾ, അവരിലും ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഉമിനീരിന്റെ ബറക്കത്ത് എത്രയായിരിക്കും, അവിടുത്തെ ശരീരത്തിൽ പുറപ്പെടുന്ന വിയർപ്പിന്റെ ബറക്കത്ത് എത്രയായിരിക്കും എന്ന് ഖുർആൻ പഠിക്കുന്ന വിശ്വസിക്കുന്ന ഒരാളോട് വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല. തേന് നക്കാത്ത ഒരു യുക്തിവാദിയുമില്ല, ഒരു നിരീശ്വരവാദിയുമില്ല, ഒരു മതവിരോധിയുമില്ല. അത് ഈച്ചയുടെ തൊള്ളയിൽ നിന്ന് പറഞ്ഞൂടാ, വയറ്റിന്ന് പുറപ്പെടുന്ന സാധനമാണ്. എന്നിട്ടാണ് അവൻ അത് നക്കിത്തുടച്ച് കഴിക്കുന്നത് എങ്കിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സറഫാക്കപ്പെട്ട ഉമിനീര് അത് സ്വഹാബത്ത് ബറക്കത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുമ്പോ അതിന്റെ മുന്നിൽ നോക്കിയിട്ട് ആരും കൊഞ്ഞനം കാട്ടുമൊന്നും വേണ്ട. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽഹാമ നൽകി. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല അറിവുകളും പലർക്കും നൽകുന്നുണ്ട്, നൽകിയിട്ടുണ്ട്. അങ്ങനെ നൽകപ്പെട്ട ഒരാളായിരുന്നു
മുഹമ്മദുൻ നഹാരി റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് വഹി കിട്ടുന്നുണ്ടോ? ബഹുമാനപ്പെട്ടവർ ആ സമയത്ത് പറഞ്ഞ മറുപടി എന്താണ്? നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ ഇമാം യാഫിഈ? ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. നിങ്ങൾ തഖ്വ ചെയ്തോളൂ, അല്ലാഹു നിങ്ങൾക്ക് അറിവ് തരും, അല്ലാഹ് നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരും എന്ന് റബ്ബ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് തിരിച്ചു ചോദിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ എല്ലാ മുതഅല്ലിമീങ്ങളും എല്ലാവരും, ഏറ്റവും ഉപരി ഈ പാവപ്പെട്ട മുതഅല്ലിമായ ഞാനും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവ് നൽകും. നമ്മൾ അധ്വാനിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അറിവുകൾ അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കും. തഖ്വയിലൂടെ ജീവിക്കുമ്പോഴാണ് മനുഷ്യന് എല്ലാ നന്മയും ലഭിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആദ്യമായി ഇറക്കിയത് തന്നെ ഇഖ്റ, വായിക്കണം, ഓതണം, പഠിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. എന്തെങ്കിലും വായിക്കണം എന്നല്ല, എങ്ങനെയെങ്കിലും വായിക്കണം എന്നല്ല. ബിസ്മി റബ്ബിക്, നിന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവിന്റെ പേരുച്ചരിച്ച് അതുകൊണ്ട് ബറക്കത്തെടുത്ത് ഓതണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അവൻ റബ്ബാണ്. എങ്ങനെയുള്ള റബ്ബ്? അല്ലദീ ഖലഖ്, ഇല്ലായ്മയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചവനാണവൻ. ഇല്ലായ്മയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചവനാണവൻ. ഇല്ലായ്മയിൽ എല്ലാം സൃഷ്ടിച്ചവനാണവൻ. അങ്ങനെ എല്ലാം സൃഷ്ടിച്ച ഖാലിഖു കുല്ലി ശൈഇ, മുഴുവൻ വസ്തുക്കളും സൃഷ്ടിച്ചവൻ. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, ഒരിക്കലും പടച്ചവനും പടച്ചവനല്ലാത്തവരും ഒരുപോലെയാവുകയില്ല. പടച്ചവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഓ സുഹൃത്തുക്കളെ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനാണ് എല്ലാ അമ്പിയാക്കളും നിയോഗിക്കപ്പെട്ടത്. ഏറ്റവും പ്രഥമവും പ്രധാനവുമായി പഠിപ്പിക്കുന്ന ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ടാണ് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാവൂ എന്നവർ പറയാൻ കാരണം? അതിന്റെ കാരണം അതേ അല്ലാഹു മാത്രമേ സൃഷ്ടാവുള്ളൂ എന്നതാണ്, അവൻ മാത്രമേ പടച്ചവനുള്ളൂ എന്നതാണ്. അതുകൊണ്ടാണല്ലോ ഖാലിഖു കുല്ലി ശൈഇൻ എന്ന് പറഞ്ഞതിന് ശേഷം ഫഅ്ബുദൂ, അതിനാൽ അല്ലാഹുവിനെ തന്നെ നിങ്ങൾ ആരാധിക്കുക എന്ന് ഫായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി കാണാം. മനാത്തുൽ ഇബാദത്ത്, ഇബാദത്തിന്റെ യഥാർത്ഥ മാനദണ്ഡം എന്ന് പറയുന്നത് ഖാലിഖിയ്യത്താണ്, സൃഷ്ടാവായി എന്നതാണ്. അത് റബ്ബിന് മാത്രമുള്ളതാണ്. പടച്ചവനാവുക എന്ന സ്ഥാനം അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ഇരിക്കട്ടെ, അങ്ങനെ റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചതിന് ശേഷം വീണ്ടും പറയുന്നത് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അറിയാത്തത് മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തവനും പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു കൊടുത്തവനും അതേ എല്ലാം അറിയിച്ചു കൊടുത്തവനും അലീമും ഖബീറുമായ അല്ലാഹുവാണ്. ആ അല്ലാഹു തആല നമുക്ക് നൽകിയ അറിവുകൾ, ആ അറിവുകൾ അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ, അതിന്റെ വിശദീകരണങ്ങളായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ, അവിടുന്ന് പഠിപ്പിച്ച സഹാബത്തിന്റെ വിവരണങ്ങളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ, അവർ നടപ്പാക്കി തന്നതിലൂടെ, ആ സഹാബത്തിന്റെ പിൻഗാമികളായി വന്ന അയിമ്മത്ത് മുജ്തഹിദുകളിലൂടെ നമുക്ക് ലഭിച്ച ഇൽമ്, ആ ഇൽമ് നിലനിൽക്കുന്നത് എവിടെയാണ്? എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അതുള്ളത് കിതാബുകളിലാണ്. കിതാബുകൾ പഴയകാലം പോലെയല്ല. ധാരാളം കിതാബുകൾ ഇന്ന് അച്ചടിച്ച് നമുക്ക് ലഭ്യമാണ്. ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പഠിക്കുമ്പോൾ ഫത്ഹുൽ ബാരിയിലുള്ള ഒരു ഇബാറത്ത് കാണാൻ വേണ്ടി എത്രയോ നാഴിക ബസ് കയറിപ്പോയി അവസാനം പയ്യോളിയിലെ പള്ളിയിൽ നിന്ന് കണ്ടെത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. ശറഹുൽ മുഹദ്ദബ് കാണാൻ വേണ്ടി എത്രയോ കിലോമീറ്ററുകൾ നടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ എല്ലാ സ്ഥലത്തും കിതാബുകൾ ധാരാളം ലഭിക്കാനുണ്ട്. പക്ഷേ കിതാബ് നോക്കുന്ന മുതഅല്ലിമീങ്ങൾ വളരെ ചുരുങ്ങിപ്പോയി എന്നത് വളരെ സങ്കടമാണ്. നമ്മൾ പഠിച്ച് ബിരുദമെടുത്താൽ കഴിഞ്ഞു എന്നാർക്കും തോന്നാൻ പാടില്ല. നമ്മൾക്ക് കിതാബ് നോക്കാനുള്ള യോഗ്യത നേടുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ധാരാളമായി കിതാബുകൾ മുതഅല ചെയ്യാൻ അവസരം കാണണം. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഈ പ്രായമുള്ള സമയത്തും
നിങ്ങൾ ചെന്ന് നോക്കൂ, അവിടുത്തെ മേശപ്പുറത്ത് കുറെ കിതാബുകൾ കാണും. ഓരോന്നിങ്ങനെ മുതാല ചെയ്യുന്നുണ്ടാകും. അത് വെച്ചുകൊണ്ട് വേറെ കിതാബുകൾ രചിക്കുന്നുണ്ടാകും, മുതഅല്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാകും. നമ്മുടെ ആലിമീങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ പുതിയ തലമുറ ഇൽമ് നേടിയെടുക്കുന്നതിൽ വളരെ പിന്നിലായി പോകുന്നതിൽ സങ്കടമുണ്ട്. അതുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെടണം. ആ ഇൽമു ഉപകരിക്കണമെങ്കിൽ ഈമാനും തഖ്വയും നമുക്കുണ്ടാകണം, അദബും ബറക്കത്തും നമുക്ക് ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നാഫിആയ ഇൽമു ലഭിക്കുന്നവരിൽ നമ്മയും നമ്മുടെ എല്ലാ മുതഅല്ലിമീങ്ങളെയും എല്ലാ മുഅ്മിനീങ്ങളെയും നമ്മുടെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും എല്ലാം അല്ലാഹു അതിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങൾക്ക് നാഫിആയ ഇൽമിനെ നീ ഏറ്റിത്തരണം റഹ്മാനെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. ഖൽബിൽ കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, അമല്, ഹിർസ്, ബിദ്അത്ത്, ശഹ്വത്ത്, ഗളബ് തുടങ്ങിയ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ നശിപ്പിക്കരുത് റഹ്മാനെ. ഇമാം തഖീയുദ്ദീൻ അൽ ഹിസ്നി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വലിയ മഹദികളായ സ്ത്രീകളെ സംബന്ധിച്ച് മാത്രം പറയുന്ന ഒരു കിതാബ് രചിച്ചു. അതിൽ അത്തരം മഹദികളുടെ ഒരുപാട് കറാമത്തുകൾ വിവരിച്ചു. അവിടെ അതിന്റെ ആമുഖത്തിൽ മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ ഈ കിതാബ് നോക്കിയിട്ട് ആരെങ്കിലും മഹദികളുടെ മാർഗത്തിലേക്ക് നീങ്ങിയാൽ വളരെ സന്തോഷം. പക്ഷേ അങ്ങനെ നീങ്ങുമ്പോൾ അവരുടെ കറാമത്തുകളൊക്കെ കണ്ടിട്ട് എനിക്കും കറാമത്തുണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും യാതൊരു പണിയും എടുക്കാൻ പാടില്ല. കറാമത്ത് അല്ലാഹു തആല നൽകുന്ന ഒരു സംഗതി അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. പക്ഷേ കറാമത്തുണ്ടാകണം എന്ന് വിചാരിച്ചിട്ടൊരു കർമ്മം ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ളതല്ല, ആളുകളെ ബഹുമാനിക്കാനും ആളുകൾ അതിലൂടെ പുകഴ്ത്തി പറയാനും വേണ്ടിയുള്ളതായി മാറും. അത് ചൂഷണത്തിന് വഴിയായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയോടുകൂടിയാണ് നിങ്ങൾ ഈ കിതാബ് നോക്കുന്നതെങ്കിൽ, നിങ്ങൾ അമല് ചെയ്യുന്നതെങ്കിൽ അത് അപകടമാണ് സ്ത്രീകളെ എന്ന് ഇമാം തഖീയുദ്ദീൻ അൽ ഹിസ്നി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി ഉപദേശിച്ചതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിആയ ഇൽമിനെ ഏറ്റിത്തരട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെന്റിനറി കഴിയുന്നത് വരെ ഇനി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് വിശ്രമമില്ല. ഓരോ പരിപാടികളായി എവിടെയെല്ലാം ഏതെല്ലാം പരിപാടികൾ അടുത്ത ദിവസം തന്നെ വരും. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ അംഗങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു സംഘം നിങ്ങളുടെ സോണുകളിൽ വരും. നേരത്തെ സ്ഥാപിക്കപ്പെട്ട പെട്ടികൾ, അതിലുള്ള സംഭാവനകൾ സ്വരൂപിച്ച് വാങ്ങി നിങ്ങൾക്ക് ദുആ ചെയ്തു തരാൻ വേണ്ടി വരും. ആ ഒരു ദുആ കൊണ്ട് തീരില്ല, ഇൻഷാ അല്ലാഹ് ശേഷം ദുആ തന്നെയാണ്. അതെങ്ങനെ ഉസ്താദ് അവറുകളുടെ കിതാബ് ഇപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ സമാപന ദർസ് അടക്കം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദ് അവറുകൾ ദർസ് നടത്തി കൊടുത്തതിന് ശേഷവും മുമ്പുമായി എത്ര ലക്ഷക്കണക്കിന് ആലിമീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും ദുആയാണ് നമുക്ക് സെന്റിനറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിയതിന്റെ പേരിലും സഹായം നൽകിയതിന്റെ പേരിലും ലഭിക്കാൻ പോകുന്നത്. അതൊരു വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ സജീവമായി ഉണ്ടാകണമെന്നും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പാണ് ശൈഖുനാ ഉസ്താദിന്റെ ഭാഷയിൽ പല റൂഹാണ് നമ്മുടെ സിറാജ് ദിനപത്രം. അതിന്റെ പ്രചരണത്തിലും നമ്മൾ സജീവമായി ഉണ്ടാകണം. അതിനെല്ലാവരും വരിക്കാരായി ചേരണം. നമ്മുടെ പ്രസ്ഥാനം നിലനിർത്താൻ നമ്മൾ തന്നെയാണ് ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരെയും കൂടി നമ്മിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. അകറ്റുന്ന സംസാരങ്ങളോ അകറ്റുന്ന സ്വഭാവങ്ങളോ നമ്മിൽ നിന്നുണ്ടാകരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ. ഒരാളെയും അകറ്റിക്കളയരുത്, എല്ലാവരെയും അടുപ്പിച്ചു കൊണ്ടുവരണം എന്നാണല്ലോ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ പ്രവർത്തന രംഗത്ത് മുന്നേറണമെന്നുണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെയും ഉസ്താദുമാരുടെയും സമ്മതത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.